ഇനി റോണി കെ ബേബിയോടും അതുപോലെ തന്നെ ജലീൽ പുനലൂരിനോടുമാണ് വിഷയം കൃത്യമായി ചോദിക്കാനുള്ളത്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം വരാനിരിക്കുന്നു, ഇനി അടുത്ത മാസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പദ്ധതിയെക്കുറിച്ച് തീർച്ചയായും ചർച്ചകൾ ഉണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഏത് രീതിയിലായിരിക്കും കോൺഗ്രസും ഏത് രീതിയിലായിരിക്കും സ്വാഭാവികമായും ഇടതുപക്ഷം എന്നൊരു വികസന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സമീപിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? ശ്രീ റോണി കെ ബേബി. ഞാൻ ആദ്യത്തെ റൗണ്ട് ചർച്ചയിൽ ഞാൻ കോൺഗ്രസിന്റെ നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ പദ്ധതിയെ ആശയപരമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞങ്ങളത് കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം കെ റെയിലുമായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കെ റെയിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രായോഗിക ബോധത്തോടെയുള്ള ഒരു പദ്ധതി ആയിരുന്നില്ല. അതൊരിക്കലും നടപ്പാക്കാനായിട്ട് ഒരിക്കലും നടക്കുന്നതുമല്ല. കാരണം ഇത്രയും ഭൂമി ഏറ്റെടുത്ത് ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടായ ഒരു ജനകീയ പ്രതിഷേധമാണ്. അല്ലാതെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ അല്ല കോൺഗ്രസ് ഒക്കെ മുന്നിൽ നിന്ന് നടത്തിയൊരു സമരമായിരുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഒരു ജനകീയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആ സമരത്തിനൊപ്പം ഞങ്ങളും ചേരുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഈ പദ്ധതി ഇതുപോലുള്ള പദ്ധതികൾ കേരളത്തില് അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും ആ സാഹചര്യത്തിലാണ് ഒരു സംശയം ഉയരുന്നത് ശ്രീ റോണി കെ ബേബി. അതായത് നമുക്കറിയാവുന്നതാണ്, ദേശീയപാത അതിൻ്റെ നിലവിലെ നിർദ്ദിഷ്ട വീതിയിൽ അത് നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന നിലപാട് കൃത്യമായും കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചത് കോൺഗ്രസ് സർക്കാരാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കൽ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പദ്ധതിക്ക് നേരെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയും സ്വാഭാവികമായും ഈ പദ്ധതി പിന്നോക്കം പോകാനുള്ള സാധ്യതയുമുണ്ടോ? താങ്കൾ അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി തുടരേണ്ട അനിവാര്യതയുണ്ടല്ലോ, താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനമായിരുന്നില്ല. കേരളത്തിൽ അന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്താണ്, അല്ലാതെ ഞങ്ങളുടെ മുന്നണിയുടെ മാത്രമായ തീരുമാനമായിട്ടല്ല. പക്ഷേ സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷം എടുത്ത നിലപാട് നേരെ തിരിച്ചാണല്ലോ, BJP എടുത്ത നിലപാടും നേരെ തിരിച്ചാണല്ലോ. പക്ഷേ ആ നിലപാട് വീണ്ടും യാഥാർത്ഥ്യമാവുകയാണ് ചെയ്തത്. അതാണ് പ്രശ്നം നിലനിൽക്കുന്നത്. അല്ല, ദേശീയപാത വേണ്ടെന്ന് നിലപാട് എടുത്തില്ലല്ലോ. അത് 45 മീറ്റർ എന്നുള്ളത് അതിന്റെ വീതി, ഇത്രയും വീതിയിൽ ഇവിടെ സ്ഥലം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകണം, അതിന്റെ ആ വീതി അത് കുറച്ച് നൽകണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് തീർച്ചയായും ഞാൻ പറഞ്ഞ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നിർദ്ദേശമായിരുന്നു. അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ദേശീയപാത വികസനം ഇപ്പോൾ നടന്നു വരുന്നത്. ഞാൻ കണ്ടതുപോലെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പരിമിതി എന്നൊരു സ്ഥലം ഏറ്റെടുപ്പിന്റെ. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പദ്ധതിയെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തില്ല. കാരണം 90% എന്ന് പറയുന്നതും ഒന്ന് എലിവേറ്റഡ് ആണ്, 2 എന്ന് പറയുന്നത് തുരങ്കത്തിലൂടെയാണ്. അപ്പോൾ ഈ 3500 ഏക്കർ പോലെ അത്ര ഭീമമായിട്ടുള്ള ഒരു സ്ഥലം ഏറ്റെടുപ്പ് ഇതിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തത്വത്തിൽ ഇത് സ്വാഗതാർഹമാണ്. പക്ഷേ അതിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ഇങ്ങനെ ഒരു ഓഫീസ് തുറക്കുന്നു, DPR സ്റ്റഡിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഇതിനകത്ത് ഇംപ്ലിമെന്റേഷൻ പാർട്ട് വരുമ്പോഴാണ് ഇതിനകത്ത് ഞാൻ ഒന്നാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി. കാരണം ഇതിന്റെ അകത്തെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ച ഇതിനകത്ത് നടത്തിയിട്ടുണ്ടോ? കാരണം ഇതിന്റെ അകത്ത് 40% അല്ല 49% ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരല്ല. യൂണിയൻ ഗവൺമെന്റ് വന്നല്ല ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നത്, റെയിൽവേ അല്ല ഭൂമി ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഇതിന്റെ അകത്ത് എത്രമാത്രം വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്? കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിനകത്ത് വലിയൊരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവിടെയാണ് ഞങ്ങൾക്ക് ഇതിനകത്തുള്ള സംശയം എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമായി നിൽക്കുമോ? ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം സ്നേഹം ഈ കേരളത്തോട് യൂണിയൻ ഗവൺമെന്റിനുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റിനുണ്ടെങ്കിൽ, വിഴിഞ്ഞത്തോട് ഇതുപോലൊരു സമീപനമാണോ നമ്മളോട് കാണിക്കേണ്ടത്? കാരണം ഇതിനു മുൻപുള്ള കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയതാണ്, ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ പദ്ധതികൾക്കും ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ടോക്കൺ എമൗണ്ട് സഹായം നൽകുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ നടത്തുന്ന നല്ലൊരു പദ്ധതിക്ക് ഞങ്ങളുടെ ഒരു അപ്രീസിയേഷൻ, ഞങ്ങളുടെ സഹായം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ പരിശോധിക്കുക, അവിടെ ഇതുപോലുള്ള പദ്ധതികൾക്കൊല്ലേ കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്താണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ പണം തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള ലാഭവിഹിതം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പറയണമെന്ന് പറയുന്നത് കേരളത്തോടുള്ള ചിറ്റ് സമീപനമല്ലേ? മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം എന്താണ് കേരളത്തോട് കാണിക്കാത്തത്? ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു ദേശീയപാത മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ വലിയ വികസന കുതിപ്പിന് കേരളത്തോട് നടപ്പാക്കുന്ന പദ്ധതിയാണ്. പക്ഷെ നമ്മൾ 6000 കോടി രൂപ മുടക്കി സ്ഥലമേറ്റ് കൊടുത്തപ്പോൾ അതുപോലെ എന്താ പറയുന്നത്, നിങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഞങ്ങൾ വെട്ടിക്കും. ഒന്നാമത് നമ്മൾ ഇവിടുന്ന് സ്വയമേ ഗർഭിണിയാണ്, പിന്നെയും ദുർബല എന്ന് പറയുന്ന പോലെ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തോട് പറയുകയാണ്
നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് തന്നതിൽ നിങ്ങൾ ശിക്ഷിക്കാൻ പോവുകയാണ്. ആ 6000 കോടി രൂപ നിങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വ്യക്തമാക്കും. അപ്പൊ അതാണ് ഞങ്ങൾ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്. റോണിക്ക് ബേബി, ഞാൻ സമയപരിമിതി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. 2 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിനകത്ത് 2 പേർക്ക്, അതായത് സമരസമിതിയുടെ പ്രതിനിധിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്കും അവരുടെ വാദങ്ങൾ നിരത്താനുള്ള അനുവാദം നൽകേണ്ടതുണ്ട്. അതിൽ ആദ്യം ഇടതുപക്ഷ പ്രതിനിധിയിലേക്കാണ്. ജലീൽ പുനലൂർ, ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പൊതുവെ സ്വീകാര്യമായൊരു പദ്ധതി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രഖ്യാപനം വരും. 15 ദിവസത്തിനകം റെയിൽവേയുടെ പ്രഖ്യാപനമുണ്ടാകും, റെയിൽവേ മന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഇന്നലെ ശ്രീധരൻ നമ്മളോട് പദ്ധതി വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ LDF എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക? അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണോ ചെയ്യുക? പരമാവധി ചുരുങ്ങിയ വാക്കുകൾ പരിമിതിയുണ്ട്. തുടക്കത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് ഞാൻ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൃത്യമായ നിലപാട്, അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ പഠനം നടത്തട്ടെ, പദ്ധതി തയ്യാറാക്കട്ടെ. ആ സമയത്ത് കേരളത്തിന്റെ പൊതുസമൂഹവുമായി സംബന്ധിച്ചുകൊണ്ട് ഇടതുപക്ഷം ജനപക്ഷത്തു നിന്നുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ ഓർത്തുകൊണ്ട് കൃത്യമായ വികസനത്തിൽ ഊന്നിയ ഒരു നിലപാട് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും എല്ലാ കാലത്തും വികസനത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമല്ല ഇടതുപക്ഷത്തിന്. ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയ, ഹൈവേ വികസനം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടുണ്ട്. 3.5 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അതിവേഗ പാതയിലൂടെ സഞ്ചരിച്ച് കാസർഗോഡ് എത്തുന്നത്. അത് കേരളയിലായാലും മറ്റൊരു ഭാഷയിലായാലും മറ്റൊരു പേരിലായാലും അതൊരു യാഥാർത്ഥ്യമായി തീരേണ്ടത് ഓരോ മലയാളിയുടെയും അനിവാര്യതയാണ്. ഒന്നുകൂടി പറയാം, ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം ചെയ്ത പാപത്തിനുള്ള ഒരു ശമ്പളം കൂടിയാണ് അദ്ദേഹം ഇപ്പം പഠനം നടത്തുന്നത്. അന്ന് കോൺഗ്രസും BJPയും അടക്കമുള്ളവർ വ്യാപകമായി ഒരു ഇടതുപക്ഷ വിരുദ്ധതയിൽ കേരളത്തിനെതിരായിട്ട് സമരം നടത്തിയപ്പോൾ അദ്ദേഹം അന്ന് കേരളത്തോട് പറഞ്ഞ ഒരു വാചകമുണ്ട്: എന്തിനാണ് പുതിയ റെയിൽ? ഉള്ള റെയിൽ പാതകൾ വികസിപ്പിച്ചാൽ പോരെ എന്ന്. 600 വളവുകളുണ്ട്. ആ 600 വളവുകളിൽ 6 വളവുകൾ പോലും 5 വർഷം കൊണ്ട് നികത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് സാധിച്ചിട്ടില്ല. കൃത്യമായി കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ BJPക്ക് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ഉണ്ട്. അഥവാ കേരളത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമാണെങ്കിൽ ഇന്ന് ഞാനും താങ്കളും അനുഭവിക്കുന്ന ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ കേരളത്തിന്റെ റെയിൽവേ വികസന കാര്യത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? അതുപോലെ തന്നെ ഈ സമരസമിതി അധ്യക്ഷൻ പറഞ്ഞ പോലെ കൊട്ടാരക്കര കൊല്ലം റൂട്ട്, ആ റൂട്ടിൽ റെയിൽവേ ഉണ്ട്. രാവിലെ 9 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി വരെ ആ പാതയിൽ ഒരു ട്രെയിനില്ല. സംസ്ഥാന സർക്കാരാണ് അതിന് ഉത്തരവാദി. പലപ്പോഴും ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന താങ്കളടക്കമുള്ളവർ അത്തരം സമീപനങ്ങളിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? മറ്റൊന്നുകൂടി പറയാം, കേവലം താങ്കൾ ആശങ്ക ഉയർത്തിയ കേരളത്തിന്റെ യാത്രാ വികസനത്തിന് എനിക്ക് സമരസമിതി പ്രതിനിധിക്ക് നൽകേണ്ടതുണ്ട്. താങ്കൾ എങ്ങനെയാണ്, ബാബുരാജ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? വളരെ ചെറിയ വാക്കുകൾ പറയണം, 1 മിനിറ്റിനുള്ളിൽ അവതരിപ്പിക്കണം. അല്ല, എന്ത് തന്നെയായാലും സിൽവർ ലൈൻ പ്രോജക്റ്റ് ഒരു മഹാദുരന്തമാകുമായിരുന്നു. അത് ഒഴിവായി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മറിച്ച് പുതിയൊരു പ്രോജക്റ്റ് കുറിച്ചുള്ള പഠനങ്ങൾ വരട്ടെ. നമ്മൾ മുൻവിധികളൊന്നുമില്ല. അതിനുശേഷം ആ പഠനങ്ങൾ ശാസ്ത്രീയമായി നിഷ്പക്ഷമായി നടത്തിയ ഒരു പഠനത്തിന് ശേഷം അതിൻ്റെ റിസൾട്ടിന് ശേഷം മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. പിന്നെ ഒരു കാര്യം ഊന്നി പറയാനുള്ളത്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. സിൽവർ ലൈൻ പ്രോജക്റ്റ് വന്ന പോലെ വിവരാവകാശത്തിന് പോലും മറുപടി തരാതെ ജനങ്ങളെ നിരന്തരമായി മുൾമുനയിൽ നിർത്തുന്ന ഒരു സമീപനം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാവരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും വികസനത്തിനെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. തങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് സുതാര്യമായി നടക്കണമെന്നത് മാത്രമാണ് അടിസ്ഥാനപരമായ ആശങ്ക എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.